الذين ظلموا فتمسكهم النار وما لكم من دون الله من أولياء ثم لا تنصرون وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين واصبر إن الله لا يضيع أجر المحسنين صدق الله مولانا العظيم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട് നാം അവരുടെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുടുംബാദികൾ, ഉസ്താദന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനത്തുകൾ, ലോകത്ത് എവിടെയെല്ലാമോ അന്തിവിശ്രമം കൊള്ളുന്ന നമ്മളുടെ കുടുംബാദികൾ, വിശിഷ്യ ഈ മണ്ണിൽ അന്തിവിശ്രമം കൊള്ളുന്ന നമ്മളുടെ ഉമ്മമാർക്ക്, പിതാക്കന്മാർക്ക്, ഉസ്താദന്മാർക്ക്, കുടുംബാദികൾക്ക് അല്ലാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ഖബറിലെ ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി മഗ്ഫിറത്തിനായി അനുഗ്രഹിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തും രാജ്യത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയുടെയും സമാധാനത്തിന്റെയും നീതിയുടെയും കവാടങ്ങൾ തുറക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിൻ്റെതായ വിവിധ മേഖലകൾ ഓരോ നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളോട് യാത്ര പറയുകയാണ്. നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള അടുപ്പമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ നിമിഷങ്ങളും എണ്ണപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ എല്ലാവിധമായ നാനാമുഖങ്ങളിലും മനുഷ്യൻ എങ്ങനെയാകണം എന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന തിരുദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഇന്റെ വസന്തവുമായി ജുമുഅ ദിവസവുമായി നമ്മുടെ മാസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം. മറ്റൊന്ന്, നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെതായ എല്ലാവിധമായ മേഖലകളും അതിൻ്റെ വിരിമാലകൾ, ത്രിവർണ്ണ പതാക രാജ്യങ്ങളിൽ ഉയർത്തപ്പെടുമ്പോൾ, നാളെ വീശപ്പെടുമ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും നാം ഓരോരുത്തരും അവലോകനം ചെയ്യേണ്ട ഒരു സന്ദർഭവും സാഹചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവുമായി ഇതിനെന്താണ് ബന്ധം? രാജ്യവുമായി, ജനങ്ങളുമായി, സമൂഹവുമായി തങ്ങളുടെ വരവ് അല്ലെങ്കിൽ തങ്ങളുടെ സാന്നിധ്യം അത് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നിലനിർത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഅൻത ഫീഹി വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം അത് ലോകത്ത് നിലനിൽക്കുന്ന സമയം അത്രയും അല്ലാഹുവിന്റെ കോപം കൊണ്ട് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷകൾ കൊണ്ട് ജനങ്ങളെ അവിഹിതമായി ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടം മുഴുവനും എപ്രകാരമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ഒരു സമൂഹമല്ല നാം ഓരോരുത്തരും. എല്ലാ വർഷങ്ങളിലും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ദിനേനയുള്ള ജീവിത വഴികളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധമുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഈ സമൂഹത്തിൻ്റെതായ ജീവിതത്തിന്റെ എല്ലാവിധമായ മുഴുവൻ ജനങ്ങളുടെയും ഐശ്വര്യത്തിനും സമ്പൂർണമായ വിജയത്തിനും സമാധാനത്തിനും സൗഹാർദ്ദത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് കൊണ്ട് അനുഗ്രഹീതമായ, തങ്ങളുടെ യാത്ര കൊണ്ടും അനുഗ്രഹീതമായ പുണ്യമായ റബീഇന്റെ ഒന്നാമത്തെ ജുമുഅ ദിവസത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നാളെ പുലരിയാകുമ്പോൾ നമ്മളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെതായ സമാധാനത്തിന്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന ത്രിവർണ്ണ പതാക സ്വാതന്ത്ര്യത്തിന്റെ 80-ാം വർഷം ആഘോഷിക്കപ്പെടുകയും ചെയ്യാൻ പോകുന്ന ഒരു കാലയളവാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് നിയോഗിക്കപ്പെട്ടത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളുടെയും സംരക്ഷണവും സഹായവും സമാധാനവും നീതിയും ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിത പാഠാവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു പോയിട്ടുള്ളത്. തങ്ങളുടെ സാന്നിധ്യം തീർച്ചയായും ഈ സമൂഹത്തെ ശിക്ഷിക്കപ്പെടാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ തങ്ങളുടെ ശാരീരികമായ സാന്നിധ്യം ഏതാനും വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയും തങ്ങളുടെ സാന്നിധ്യം ഈ ലോകത്ത് എല്ലാ സന്ദർഭങ്ങളിലും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്തു. ആ രണ്ട് കാര്യങ്ങളെ തീർച്ചയായും മാനവ സമൂഹം മുറുകെ പിടിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും അവരുടെ മേൽ അല്ലാഹുവിന്റെ കോപം ഇറങ്ങാതിരിക്കുന്നതിന്, ഒന്നടങ്കമായ ശിക്ഷകൾ വ്യാപകമാകാതിരിക്കുന്നതിന് കാരണമായി തീരുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടിട്ടാണ് പോകുന്നത്. നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളെയും മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വഴിതെറ്റുകയില്ല, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, നിങ്ങൾക്ക് അസമാധാനവും അസമത്വവും അനുഭവിക്കേണ്ടി വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങളിലൂടെ നമ്മളെ അറിയിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതിലൊന്നാമത്തെ പരിശുദ്ധമായ ഖുർആനാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്, തങ്ങളോടുള്ള സ്നേഹമാണ്. തങ്ങളോടുള്ള മഹബ്ബത്താണ് എന്ന് പറഞ്ഞത് തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നവർക്കാണ് മുഹിബ്ബു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ റസൂലിനെ പ്രേമിക്കുന്നവർ, റസൂലിനെ സ്നേഹിക്കുന്നവർ. ആദ്യത്തെ വാക്കാണ് ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ ഈ വസ്തുതയ്ക്ക് അഥവാ നബിതങ്ങളോട് ആർക്കെങ്കിലും സ്നേഹമുണ്ട് എന്നതിന്റെ പ്രഥമമായ അടയാളം തങ്ങളുടെ റിസാലത്തിനെയും നബുവത്തിനെയും അംഗീകരിച്ചതിന് ശേഷം ആ തങ്ങളുടെ ജീവിതം എപ്രകാരമായിരുന്നോ ആ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക്, തങ്ങളുടെ ജീവിതത്തിൻ്റെതായ മേഖലകളെ ആസ്വദിക്കുന്നവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിൻ്റെതായ സുന്നത്തുകളെയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് തീർച്ചയായും നമ്മുടെയും ലോകത്തിന്റെയും വിശിഷ്യ എല്ലാ മനുഷ്യരുടെയും പരാജയത്തിന് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ലോകത്തുള്ള അല്ലാഹു അല്ലാത്ത ഇതര വസ്തുക്കളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേർക്ക് നേരെ നോക്കി ഹൂദ് എന്ന അധ്യായം എന്നെ നരബാധിപ്പിച്ചു എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നബിതങ്ങളോട് നേർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച ഒരു വാക്കാണ്, ഒരു ആയത്താണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. ഇനി വിശദീകരിക്കാനുള്ള സമയമില്ല. എങ്കിലും നമ്മളുടെ ഇന്നത്തെ സാഹചര്യവുമായി ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാവിധമായ മേഖലകളും ജാതിയുടെയും മതത്തിന്റെയും തീവ്രതയുടെയും ഭീകരതയുടെയും ബഹുമുഖങ്ങളായി മാറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യത്തിൽ നൽകിയ നിർദ്ദേശം എന്താണ്? ആ കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ നബിദിനവുമായി അല്ലെങ്കിൽ നബിതങ്ങളോടുള്ള മഹബ്ബത്തുമായി ഇന്ത്യ രാജ്യത്തിന്റെ നിയമസംഹിതയുമായിട്ട് നാം ഓരോരുത്തരും തുലനം ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ചുരുക്കിക്കൊള്ളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദമായി പറയാനുള്ള സാഹചര്യമോ സന്ദർഭമോ സമയവുമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോകത്തിനെ ലൗലാക ലമാ ഖലഖത്തുൽ അഖ്ലാഖ്, നബിയെ അങ്ങയെ സൃഷ്ടിക്കാൻ നാം തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തൊന്നിനെയും നാം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് നബിതങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുന്നതായ ഒരു യാഥാർത്ഥ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളോട് നേർക്ക് നേരെ സംവദിക്കുന്ന പ്രകാരമാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം. നമ്മളുടെ ഇന്നത്തെ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഭരണ നേതാക്കന്മാരുടെ നെറുകയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് ആഞ്ഞു തറയ്ക്കപ്പെടേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്.
അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫസ്തഖിം കമാ ഉമിർത. നബിയെ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പനയുടെ വഴിയിൽ അങ്ങ് ചലിക്കാതെ, മാറാതെ, വഴുതി മാറാതെ, ഊരി മാറാതെ, ഒഴിഞ്ഞു മാറാതെ തങ്ങൾ ആ പാതയിൽ ഉറച്ചു നിൽക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നൽകുന്ന നിർദ്ദേശമാണ്. ഫസ്തഖിം കമാ ഉമിർത. എങ്ങനെയാണോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷ കാലഘട്ടമായിട്ട് അനുവിധങ്ങളിലേക്ക് നിക്ഷേപിച്ച വഹീന്റെ സമാഹാരമാണ് പരിശുദ്ധമായ ഖുർആൻ. വറത്തിൽ ഖുർആന തർതീല. വളരെ നിർത്തി ആലോചിച്ച് ചിന്തിച്ച് മനസ്സിരുത്തി പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളെയും ഓതണമെന്നുള്ള കാര്യം ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ ഖുർആനിൽ അനുവിധങ്ങളോട് നേർക്ക് നേരെ സംവദിക്കുന്ന ഒരു വാക്കാണ് ഫസ്തഖിം കമാ ഉമിർത. നബിയെ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ കൽപ്പനയുടെ വഴിയിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നവരാകണം. അങ്ങ് മാത്രമല്ല, ഇവിടെയാണ് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുമുള്ള അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. നിബിധങ്ങൾ മാത്രം പോരാ, നിബിധങ്ങൾ മാത്രം ആ വഴിയിൽ ഉറച്ചു നിന്നാൽ പോരാ, പിന്നെ ആരെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടാകണം. അങ്ങയോടൊപ്പം അല്ലാഹുവിന്റെ പശ്ചാത്തലത്തിലേക്ക്, സവിധത്തിലേക്ക്, തന്റെ ജീവിതത്തിൻ്റെതായ മുഴുവൻ ജീവിതത്തിൽ നടന്നുപോയ മുഴുവൻ അക്രമങ്ങളെയും അനീതികളെയും അല്ലാഹുവിന് മുമ്പിൽ അവതരിപ്പിച്ച് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്ഷത്തേക്ക് തൗബ ചെയ്ത് മടങ്ങിയതായ മുഴുവൻ ആൾക്കാരും അങ്ങയോടൊപ്പം അങ്ങ് നിലയുറപ്പിച്ചിരിക്കുന്ന പാതയിൽ ഉറപ്പിച്ചു നിൽക്കുന്നവരാകണം. വലാ തദ്ഉ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നബിതങ്ങളോട് മാത്രമാണ് ഈ വാക്ക് പറയുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആമുഖമായി പറഞ്ഞത് നേർക്ക് നേരെയാണ്. ഫസ്തഖിം കമാ ഉമിർത. ഈ വാക്ക് നബിതങ്ങൾക്ക് മാത്രം ബാധകമായതാണ്. അതിനുശേഷം പറയുന്ന വാക്കാണ് വമൻ താബ മഅക. ലോകത്ത് ഏതെല്ലാം മനുഷ്യന്മാർ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ടോ അവരെല്ലാവരും അങ്ങയുടെ കാൽച്ചുവടുകളിലായിട്ട്, അങ്ങയുടെ ഇത്തിബാവിലായിട്ട്, അവിടുത്തെ മഹബ്ബത്തിലായിട്ട് കഴിഞ്ഞുകൂടാൻ തയ്യാറാകണം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ സമൂഹത്തിനോട് പറയുകയാണ്, വലാ തദ്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ അതിര് കവിയരുത്, നിങ്ങൾ അക്രമം കാണിക്കരുത്. ഇന്ത്യ രാജ്യത്തിന്റെ നെറുകയിൽ സമാധാനവും സമത്വവും എല്ലാ വിവിധമായ രാജ്യങ്ങളുടെ വിവിധമായ ജാതികളും ഭാഷയും സംസ്കാരങ്ങളും ഒക്കെ ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യമാണെന്ന് ലോകത്തിന്റെ പ്രശസ്തരായ കവികൾ പാടി പുണ്യിച്ചപ്പോൾ തീർച്ചയായും നമുക്കെല്ലാവർക്കും വളരെ ആനന്ദവും അഭിമാനവുമാണെങ്കിൽ ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീകരതയാണ്, മത തീവ്രതയാണ്. ആ തീവ്രതയുടെ ഏറ്റവും പ്രകടമായ അവസാനത്തെ മകുടമായ ഉദാഹരണമാണ് ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയ ആ സ്റ്റേജിനെ ശുദ്ധീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ മത തീവ്രവാദികൾ നയം സ്വീകരിച്ചിരിക്കുന്നു പറയുന്നത് ആരോടാണ്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും ഈ രാജ്യത്തെ മുഴുവൻ ദലിത് വിഭാഗക്കാരാകുന്ന പിന്നോക്ക വിഭാഗക്കാരാകുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും എന്നല്ല രാജ്യത്തെ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും സംസ്കാരത്തിന്റെയും ആദർശത്തിന്റെയും ആശയത്തിന്റെയും പിടികയറിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആരെല്ലാം ജീവിക്കുന്നു രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ വിരിമാറിൽ ഇന്ത്യ രാജ്യത്തിന്റെ സമത്വത്തെ പിടിച്ചിരിക്കൊണ്ട് ഈ രാജ്യത്ത് മത തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ജീവിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന സമൂഹത്തിലെ മാന്യന്മാരായ മുഴുവൻ ആൾക്കാരോടും മനുഷ്യത്വം തീർന്നിട്ടുള്ള എല്ലാ ഓരോ ആൾക്കാരോടുമുള്ള അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അതിക്രമം, അക്രമം, അനീതി, ഭീകരത, തീവ്രത ഇത് ഒരു രാജ്യത്തിന്റെ മുഖമല്ല. ഒരു രാജ്യത്തെ ലോകത്തിന്റെ മുഴുവൻ നിറയും പിച്ചു ചിന്തിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ട് ആർജിച്ചു തുപ്പുന്നതിന് സമാനമായ നിലയിൽ ഈ രാജ്യത്തെ ഭരണകൂടവും അതിന്റെ ഒത്താശയോടുകൂടി ഒരു സംസ്ഥാനത്തിൻ്റെതായ ആൾക്കാർ പെരുമാറി എന്ന് പറയപ്പെടുമ്പോ
ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷിക്കുമ്പോ ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, ആലോചിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. തീർച്ചയായും ഈ പറയുന്ന യാഥാർത്ഥ്യം ഇന്ന് ഇന്ത്യ രാജ്യം നാളെ അതിന്റെ ത്രിവർണ്ണ പതാകകൾ ഉയർത്തപ്പെടുമ്പോ അത് ഇന്ത്യയുടെ ബഹുമാന്യനായ ഭരണാധികാരികളാണ് അതിന് നേതൃത്വം നൽകുന്നു പറയുമ്പോ, മറുഭാഗത്ത് രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും തീവ്രതയുടെയും ഭീകരതയുടെയും പേരിൽ ഒരു രാജ്യത്ത് സംസ്കാരത്തിന്റെ ഉടമസ്ഥന്മാരാകുന്ന, അല്ലെങ്കിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അനുസരിച്ച് ഇന്ത്യൻ ഭരണകൂട സംസ്കാരത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന നാഗാർജുൻ എന്ന് പറയുന്ന വ്യക്തിത്വം കടന്നുപോയ, സംസാരിച്ചു പോയ, രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ലോകത്തിന്റെ ഭീകരതയുടെയും തീവ്രതയുടെയും ബഹുമുഖങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് പോയ സ്റ്റേജിനെ ശുദ്ധീകരിക്കാൻ ഏത് തീവ്രവാദിക്കാണ്, ഏത് ഭീകരവാദിക്കാണ് ഈ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആൾക്കാർ സമാധാനം പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അനുവാദം നൽകപ്പെടുന്നത്? തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന മുഴുവൻ മുമ്പിനീകളായ ആൾക്കാരും അവരുടെ യജ്ഞവും അവരുടെ രക്തവും അവരുടെ പച്ചയും അവരുടെ മാംസവും അവരുടെ ജീവനും അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങളും എന്ന് വേണ്ട അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി അർപ്പണം ചെയ്യപ്പെട്ട, മഹത്വങ്ങൾ നിർമ്മിക്കപ്പെട്ട അതേ നിർമ്മിത മേഖലകളിലാണ് ഇന്നും നാളെയുമെല്ലാം നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എങ്കിൽ ആ ഒരു വർഗത്തോട് എന്ന് മാത്രമല്ല, രാജ്യത്തെ ഭീകരതയുടെയും തീവ്രതയുടെയും മത തീവ്രതയുടെയും മുഖങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യന്മാരുടെയും വെയിമാറിലേക്ക് കൂരമ്പുകൾ തെറിപ്പിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നത് തീർച്ചയായും ലോകത്തുള്ള മനുഷ്യരോട്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ സംസ്കാരങ്ങളും അപകൃഷ്ണ സമൂഹമായിട്ട് 19ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന അതേ ചിന്താഗതിയോടുകൂടിയാണ് ഭരണഘടന മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നാം വിനിയോഗിക്കണം, ഉപയോഗപ്പെടുത്തണം. നമ്മൾ രംഗത്തേക്ക് വരണം. ഏറെ ചില വിദ്യാർത്ഥികൾ അവരുടെ പഠന മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ന്യായങ്ങളുമായിട്ട് ഭരണകൂടത്തെ വിറപ്പിക്കുവാനും എന്തിനേറെ പറയാൻ രാജ്യത്തിന്റെ പ്രമുഖരായ മത തീവ്രവാദികളുടെ എല്ലാം നേതൃത്വം നൽകുന്നവരാകുന്ന തീവ്രവാദികൾ പോലും ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ സ്റ്റേജിലേക്ക് വരാൻ പോലും തയ്യാറാകാതെ ഒളിച്ചോടി നടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തിനുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശവും ഒരിക്കലും നിഷേധിക്കപ്പെട്ടിട്ടില്ല. എന്ത് വേണം? ആർജവം വേണം, ധൈര്യം വേണം. ചില്ലറ വിദ്യാർത്ഥികൾ നടത്തിയ ആ പരിശ്രമത്തിന്റെ പേരിൽ കൂടിയിട്ട് ഇപ്രകാരം രാജ്യത്തിന്റെ ചെങ്കോൽ വഹിക്കുന്ന ആൾക്കാർ പോലും ഭയപ്പെട്ട് പേടിച്ചു മാറി നിൽക്കുമ്പോ ഇന്ത്യയിൽ അനുഭവിക്കുന്ന നിർദ്ധരാകുന്ന ഈ സമൂഹത്തിൻ്റെതായ മുഴുവൻ ബാധ്യതയാണ് ശബ്ദമുയർത്തേണ്ടത്. കണ്ടില്ല എന്നടിക്കാനല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയകൾ കണ്ട് ആനന്ദിക്കാനല്ല, ചങ്കൂട്ടത്തോടു കൂടി നമ്മുടെ ഈ സാന്നിധ്യവും നമ്മുടെ ഈ പ്രതിഷേധവും ഒക്കെ ലോകത്തെ അറിയിക്കാൻ, ഭരണകൂടത്തെ അറിയിക്കാനുള്ള വലിയ അവസരമായിട്ട് നാളെ നടക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പരിപാടികൾ നമ്മൾ ഓരോരുത്തരും പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആ നിലയിൽ തന്നെ നമ്മുടെ ഈ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ജമാഅത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് അവர்கள் പതാക ഉയർത്തിക്കൊണ്ട് നാളെ 8 മണിക്ക് സ്വാതന്ത്ര്യ ദിനത്തിനുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ സംരക്ഷണവും അതിന്റെ ആമുഖ വായനയുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായ ഒരു പരിപാടി നമ്മുടെ ഈ ജമാഅത്തിന്റെ ഹാളിൽ വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ജമാഅത്തിലെ എല്ലാ അംഗങ്ങളും, പ്രത്യേകിച്ചും ജമാഅത്തിലെ ജനറൽ ബോഡി അംഗങ്ങൾ എല്ലാവരും, അതിലും പ്രത്യേകിച്ച് ജമാഅത്തിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും, ഓരോ തൈക്കാവിലെയും ഉസ്താദുമാരും പരിപാലകരും എല്ലാവരും അവരുടെ സാന്നിധ്യം ഈ സദസ്സിലുണ്ടാകണം. തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ആയുധം കൊണ്ട് നേരിടാനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സംയമനം കൊണ്ടും സമാധാനം കൊണ്ടും നീതി കൊണ്ടും സമരമുറകൾ കൊണ്ടും മാന്യമായ രാജ്യം അനുവദിച്ചെന്നിട്ടുള്ളതായ പദ്ധതികളിലൂടെ മുന്നോട്ട് പോകുന്ന സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു പോകുമ്പോ കണ്ടില്ല എന്നടിച്ച് ആരെയെങ്കിലും പഴിയായിക്കൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല, മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും ബാധ്യതയില്ല. അറിയുമോ, ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദീനീ കലാലയമാകുന്ന ദാറുൽ ഉലൂമിനെ പോലും ഭീകരതയുടെയും തീവ്രതയുടെയും
മതഭീകരതയുടെയും മാർഗങ്ങളായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രാജ്യവും സംസ്ഥാനവും ഇതിന്റെ ഭാഗങ്ങളുമൊക്കെ പിരിഞ്ഞിറക്കുമ്പോ എനിക്ക് നിങ്ങൾക്കും അറിയാനും വായിക്കാനും ഒത്തിരിയുണ്ട്. എത്ര പള്ളികളാണ്, എത്ര മദാരിസുകളാണ്, എത്ര വഖഫിന്റെ സ്വത്തുകളാണ് ഹനിക്കപ്പെട്ടിരിക്കുന്നത്. എന്ത് ന്യായത്തിന്റെ പേരിലാണ്? ഇങ്ങനെയുള്ള ക്രൂരതകളും ഇങ്ങനെയുള്ള അസമത്വങ്ങളും അവസാനമായി നമ്മൾ കണ്ട ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആദരണീയമായ വ്യക്തിത്വങ്ങൾക്ക് ശേഷമുള്ള ഒരു ഭരണഘടനയുടെ നേതാവാകുന്ന അദ്ദേഹത്തിന്റെ സ്വദേശത്തിൽപ്പെട്ട അല്ലെങ്കിൽ വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെ ഇപ്രകാരമുള്ള നയപ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ അവർ പങ്കിട്ട സ്റ്റേജിനെ ശുദ്ധീകരണം ചെയ്യാൻ ഇന്ത്യ രാജ്യത്തിലെ ആൾക്കാർ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഭരണഘടന അതിന് ഒത്താശ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും ബാധ്യതയും കടമയുമാണ്. ഉണർന്ന് എല്ലാവരും ആ സദസ്സിലുണ്ടാകണമെന്ന് വിനീതമായി ജമാഅത്തിന് വേണ്ടിയിട്ടും